ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മാവിൻ്റെ അടുത്താണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എങ്ങനെ നോക്കിയാലും ഒരു വല്ലാത്തൊരു മൂടി ക്ലൈമറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വെട്ടത്തിന് നോക്കി ഇവിടെ എല്ലാം ഓടി നടക്കും. അങ്ങനെ പിന്നെ കിട്ടിയ ഒരു സ്ഥലത്ത് ഞാനങ്ങ് നിൽക്കുകയാണ്. ഒരു ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ബാക്കിയുള്ള വീഡിയോസും കൂടെ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ മുഖം ഒന്ന് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ മാവിൻ്റെ അടുത്തേക്ക് നിൽക്കുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ വെട്ടം അധികം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ വീടും സ്ഥലമൊക്കെ ജപ്തി ചെയ്ത് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോ കുറേ പേരൊക്കെ കണ്ടു. പിന്നെ കുറച്ച് പേരൊക്കെ കുറേ നല്ല വാക്കുകളൊക്കെ ആയിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസം തോന്നി. നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരു ആശ്വാസ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും ബാക്കി വീഡിയോസും കൂടെ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഇഞ്ചി കൃഷിയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇടയ്ക്ക് കൃഷിയുടെ വീഡിയോസൊക്കെ ഇടാവേ. എനിക്ക് തോന്നുന്നു കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ടെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഓരോ ഘട്ടമായിട്ടാണ് കേട്ടോ നമ്മുടെ ഇഞ്ചി കൃഷി കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഒരിടത്ത് നട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് വലുതായിട്ടുള്ളതുണ്ട്, പിന്നെ അത് വിളവെടുക്കാൻ പാകമായിട്ടുള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ കടയിലൊക്കെ ചെന്നാലുണ്ടല്ലോ ഇഞ്ചിക്ക് ഭയങ്കര വിലയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഇഞ്ചികളൊക്കെ ചെറിയ ബാസ്ക്കറ്റിലോ അല്ലെങ്കിൽ ചെറിയ ഗ്രോ ബാഗിലോ എവിടെയെങ്കിലും ഒക്കെ നട്ട് വെക്കുക കേട്ടോ. നമുക്ക് എന്തായാലും ആവശ്യം വരും. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ വീട്ടിലെ ഇഞ്ചി കൃഷി നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇഞ്ചി കൃഷിയുടെ ആദ്യത്തെ ഘട്ടം കാണിച്ചു തരാം. ഇത് ഞാൻ നമ്മുടെ വീട്ടിലേട്ട് കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഇഞ്ചിയായിരുന്നു. അപ്പോൾ ഇത് കുറേ ഇങ്ങനെ ഇരുന്ന് നമുക്ക് അന്നേരം ഒത്തിരി ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ദേ കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ മുളച്ചു വന്നു. അപ്പോൾ ഇതിന് മുന്നേ കുറേ മുളച്ചിട്ടുള്ളത് ഞാൻ നടാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്തുണ്ടല്ലോ ഈ മുള പോലുള്ള ഭാഗങ്ങൾ നിങ്ങൾ നോക്കിയെടുക്കണം. നിങ്ങൾക്ക് നടാനായിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കുമ്പോഴത്തേ കണ്ടോ ഇതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ആ ഒരു മുള കണ്ടില്ലേ. അപ്പോൾ ഇത് ഇനി കുറച്ചും കൂടി ഇരുന്ന് കഴിയുമ്പോൾ ഇതുപോലെ ചൊക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ മുളച്ച് വരും. അപ്പോൾ അത് നമുക്കിങ്ങനെ കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് ഒടിച്ച് നമുക്ക് എന്താ പറയുക ഇഞ്ചി കുറേ കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിപ്പം അത്യാവശ്യം കൊണ്ട് കുഴിച്ചിട്ടാൽ തന്നെ പെട്ടെന്ന് കിളിച്ചും വരും. അപ്പോൾ ഞാൻ അങ്ങനെ നട്ടിട്ടുള്ളത് കാണിച്ചു തരാം. ഇവിടെ എല്ലാം നമുക്ക് മഞ്ഞൾ കൃഷിയാണ് കേട്ടോ. അത് പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ചാക്ക് കേട്ടോ, ഇത് നിങ്ങൾ എൻ്റെ കൃഷി ലവേഴ്സ് ചാനൽ അതിനകത്തൊന്ന് കയറി നോക്കിയാൽ മനസ്സിലാവും. കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ചാക്കിൽ നിന്നൊക്കെ കുറേ ഇഞ്ചി നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നു, നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ദേ കണ്ടോ, അപ്പോൾ ഇതിന് മുന്നേ മുളച്ച ഇഞ്ചി നട്ടതാണ് കണ്ടില്ലേ. ഇതെല്ലാം പെട്ടെന്ന് സ്പീഡിൽ തന്നെ അതെല്ലാം മുളച്ചു വന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ എളുപ്പമാണ്. നമുക്ക് ഇതുപോലെ ഇഞ്ചി ഇങ്ങനെ മുളച്ചതൊക്കെ ഇങ്ങനെ ചാക്കിലോ ഇതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ വളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വലിയ വളമൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇഞ്ചി കൃഷിക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വളർന്നു വരുന്ന സമയത്ത് നമുക്ക് സ്ലറികളും കാര്യങ്ങളും ഒക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തരാം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കണ്ടോ, ഈ ഒരു മഞ്ഞളിനിടയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എങ്ങാണ്ട് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് വളർന്ന് നല്ല വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇനി ഇപ്രാവശ്യം നമുക്ക് ഇഞ്ചിയൊന്നും ഇല്ലാത്തപ്പോൾ വന്ന് നമുക്ക് പറിച്ചെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ ഫുള്ളെന്ന് പറഞ്ഞാൽ കുറേ മഞ്ഞളാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പൊടിപ്പിക്കാനായിട്ട് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് സ്ലറി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഫസ്റ്റ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു സ്ലറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ അത് നിങ്ങളൊന്ന് വാച്ച് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന സ്ലറി എല്ലാത്തിനും ഒഴിച്ചു കൊടുത്തു. പിന്നെ അങ്ങനെയുള്ള ഒരു സ്ലറിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊതുകൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചാണ്. പിന്നെ ഇവിടെ മഞ്ഞളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്രാവശ്യം ഇനിയിപ്പം നമുക്ക് മഞ്ഞൾപ്പൊടി കുറവാണെങ്കിൽ ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് പൊടിപ്പിക്കാനാണ് വിചാരിക്കുന്നത്. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള മഞ്ഞളാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഇത് മൂന്നാമത്തെ സെക്ഷൻ ഇഞ്ചിയാണ്. ഇതും ഞാനിതിന് മുന്നേ ആ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതിന് ഞാനിത് വളവും മണ്ണും ഒക്കെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ ഈ ആദ്യം ഞാനൊരു കണ്ടില്ലേ ചാക്കിനകത്ത് ഇഞ്ചി മുളച്ചു വരുന്നത്, ആ ഒരു പരുവത്തിൽ നമുക്ക് സ്ലറികളൊക്കെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു ഗ്രോ ബാഗിൽ ഇതിനകത്ത് ഈ ഒരു വലുപ്പത്തിൽ എത്തുമ്പോൾ നമുക്ക് അതിനകത്ത് മണ്ണും വളവും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടോട്ട് വെച്ച് കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഗ്രോ ബാഗിലെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഇഞ്ചി നട്ടിട്ടുള്ളതാണ്. അപ്പോൾ കണ്ടു, ഇതൊക്കെ അത്യാവശ്യം നല്ല പുരാതനമായ ചാക്കുകളാണെന്ന് തന്നെ പറയാം. ഇത് നമ്മൾ അരിയൊക്കെ മേടിക്കുന്ന സഞ്ചിയൊക്കെ ഇല്ല, അതിനകത്തൊക്കെയാണ് ഈ നട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഈ ഇടയ്ക്ക് നമ്മൾ മണ്ണും വളമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമുള്ള വളർച്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. കുഞ്ഞു കുഞ്ഞായിട്ട് തലപ്പുകൾ ഇങ്ങനെ പൊങ്ങി വരുന്നത് കണ്ടില്ലേ. അപ്പോൾ അതിനകത്തെല്ലാം ഇനി ഇഞ്ചി പിടിക്കും. അപ്പോൾ ഇത് ഇനി ഒരു 4 മാസം കൂടെ ഒക്കെ കഴിയുമ്പോൾ നമുക്കിത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോഴേക്കും എടുക്കാൻ പറ്റും. അപ്പം ഇതൊക്കെ ചെറുതായിട്ടൊന്ന് അവിഞ്ഞും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് തോന്നുന്നു കുറച്ചൊന്നും ആയി വന്നിട്ടില്ലായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് എല്ലാത്തിനും വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിലതൊക്കെ കണ്ടില്ല, നല്ല വളർച്ചയുണ്ട്.
അപ്പോൾ ഇഞ്ചി കൃഷിയുടെ ഒക്കെ കുറേ വീഡിയോ ഞാൻ ആ ഒരു ചാനലിനകത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചാക്ക് കണ്ടോ, ഇത് നമ്മുടെ ഈ ഒരു കവറ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു കുറേ പണ്ടെപ്പോഴോ തുണിക്കടയിൽ പോയപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു കവറാണ് കേട്ടോ. അതിനകത്താണ് മഞ്ഞളൊക്കെ നട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അപ്പുറത്തെ പറമ്പിൽ മരമൊക്കെ വെട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടോട്ട് വെയിലുണ്ട്. ഇഞ്ചി കൃഷിക്ക് പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യമാണ് വെയിൽ. വെയിലില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഈ പച്ചപ്പ് മാത്രമേ ഉള്ളൂ, ചുവട്ടിലൊന്നും കാണത്തില്ല. അപ്പം നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യാനായിട്ട്. വലിയ ചിലവൊന്നുമില്ല, ചെറിയ ഏതെങ്കിലും പഴയ ബക്കറ്റോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കടയിൽ നിന്ന് ഇപ്പോൾ ഗ്രോ ബാഗ് മേടിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പഴയ നമ്മൾ ഈ സിമൻറ്റ് ചാക്കൊക്കെ ഉണ്ടല്ലോ, കിട്ടത്തില്ല, അതൊക്കെ ചുമ്മാ ജസ്റ്റ് നമ്മൾ എടുത്തിട്ടൊന്ന് കുറച്ച് മണ്ണും ഒക്കെ ചേർത്തിട്ടൊന്ന് നട്ടാൽ മതി. അപ്പോൾ ഇത് മഞ്ഞൾ വെറുതെ ഗ്രോ ബാഗ് നമുക്കിവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ കുറച്ച് മഞ്ഞളും കൂടെ അങ്ങോട്ട് നട്ടു വെച്ചു. അപ്പോൾ അതും കുഞ്ഞു കുഞ്ഞു മുളയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് മഞ്ഞൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പ്രാവശ്യം ഇനിയിപ്പോൾ എടുക്കുമോയെന്ന് അറിയത്തില്ല, എന്തായാലും ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞ് ചാക്ക് കണ്ടോ, കുഞ്ഞ് അരിച്ചാക്കാണ് കേട്ടോ. അരിച്ചാക്കല്ല, അരി സഞ്ചിയായിരുന്നു. അപ്പോൾ ഇതും കഴിഞ്ഞ പ്രാവശ്യം ഇതിനകത്ത് ഞാൻ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ആ ഒരു ഇലയൊക്കെ ഇട്ട് കൊടുത്തത് ഇപ്പോഴും അവിഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ മണ്ണിട്ട് കൊടുത്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞു മുളയായിട്ട് വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെക്ഷൻ ഇഞ്ചി കാണാൻ പോവാം. അപ്പോൾ ആ ഇഞ്ചി പറിക്കാറായോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ ഇഞ്ചിയാണ്. അപ്പോൾ ഇത് പറിക്കാറായോ എന്ന് നമുക്ക് നോക്കാം. ഇത് നട്ടതൊന്നുമല്ല, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ പ്രാവശ്യം നമ്മൾ വിളവെടുത്ത സമയത്ത് ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ അവിടെ കിടന്നിട്ട് തനിയെ അതിങ്ങനെ വളർന്നു വന്നതാണ്. അപ്പോൾ കണ്ടില്ല, നല്ല വളർച്ചയുണ്ട്. ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം വെയിൽ പോലും ഇല്ല. ഇതേ കണ്ടോ, ഇതിൻ്റെ ചുവട്ടിൽ ഈ ഇടയ്ക്ക് അമ്മ എങ്ങാണ്ട് കുറച്ച് മറ്റേ ചക്കയുടെ കുറച്ച് തോടൊക്കെ കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ മണ്ണൊക്കെ ഇടേണ്ട കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു 2 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇഞ്ചി നമുക്ക് പറിച്ചെടുക്കാമേ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല രസമുണ്ട്. ഈ ഒരു സമയത്ത് നല്ല കളറാണ്, നല്ലൊരു ചുമപ്പും ഒരു വെള്ളയും കൂടെ കളറായിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഇഞ്ചി വിളയാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന് മണ്ണും കുറച്ച് പച്ചിലയും ഒക്കെ ഇട്ട് കൊടുക്കാം. ചക്കച്ചവണി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ ഒന്ന് ഇട്ട് കൊടുത്തതാണ്. അപ്പം അത് ഏകദേശം ഒന്ന് പൊടിഞ്ഞു വരുന്നുണ്ട്. ഈ ഇഞ്ചി മഞ്ഞൾ ഇതിനൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് വേരിറങ്ങി നന്നായിട്ട് ഇതിനകത്ത് ഈ വിത്ത് പിടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കണം ഈ ഒരു മണ്ണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള ഈ ചക്കച്ചവണി അല്ലെങ്കിൽ പച്ചിലകൾ, കരിയിലകൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഈ നിൽക്കുന്ന എല്ലാ ഇഞ്ചിയുടെ ചുവട്ടിലും നന്നായിട്ട് ഇഞ്ചി പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇതുവരെ നമ്മൾ വലിയ വളങ്ങളും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും നമുക്കിതിന് ഇട്ട് കൊടുക്കാനുള്ളത് കുറച്ച് പച്ചിലയും കുറച്ച് മണ്ണും വളമൊക്കെയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ലാസ്റ്റ് വളമാണ്. അപ്പോൾ ഇനി 2 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി പറിച്ചെടുത്ത് തുടങ്ങാം. അപ്പോൾ ഇഞ്ചി ഏതൊക്കെ മാസങ്ങളിലാണ് അല്ലെങ്കിൽ എത്ര മാസം കഴിയുമ്പോഴാണ് അതിൻ്റെ വിളവെടുപ്പ്, എപ്പോഴാണ് നടുന്നത്, അപ്പോൾ അതിൻ്റെ എല്ലാം എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കേണ്ടത്, ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ തന്നെ ഞാൻ എൻ്റെ കൃഷി ലവേഴ്സ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൃഷിയൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് കയറി ഒന്ന് വാച്ച് ചെയ്യുക, എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ മഴ സമയത്ത് നമ്മളിപ്പം ചേമ്പിന് അല്ല ഇതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾക്കെല്ലാം തന്നെ നമ്മൾ പച്ചിലയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചിലയും പച്ച ചാണകവും കൂടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നമുക്കിവിടെ പച്ച ചാണകം ഇല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ളി ഈ ഈ പച്ചിലകൾ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ പച്ചിലകൾ എന്ന് പറഞ്ഞാൽ പച്ച ചാണകത്തിനേക്കാളും ഇതിൻ്റെ മൂലകങ്ങളൊന്നും എങ്ങോട്ട് നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഒത്തിരി ഘടകങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു മണ്ണിലോട്ട് ഈ ഒരു ഇതിൻ്റെയൊക്കെ ചുവടിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതെല്ലാം ഈ മഴ പെയ്തെല്ലാം അവിഞ്ഞ് നന്നായിട്ട് നല്ല വളമായിട്ട് കിട്ടും. അപ്പം ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഒരു ഇഞ്ചി നന്നായിട്ട് മുകളിലോട്ട് നന്നായിട്ട് ആർത്തിച്ച് നന്നായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണിട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി മണ്ണ് ഇങ്ങനെ കൂനയായിട്ട് ഇട്ട് കൊടുക്കരുത്, പെട്ടെന്ന് ഇഞ്ചി പഴുത്തു പോകും. അപ്പോൾ ഞാൻ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ലാസ്റ്റ് നമ്മളിടുന്ന വളമായതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് കുമ്മായമോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. ജസ്റ്റ് സാധാ ഒരു മണ്ണാണ്, കുറച്ച് ഗ്രാവലും ഒക്കെ ഉണ്ട്, ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതെല്ലാം അതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഇഞ്ചി ഇതിനകത്ത് ഉള്ളത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ കൂടുതലായിട്ടുള്ള മണ്ണ് അതിൻ്റെ മുകളിലോട്ട് അതിൻ്റെ ഇലയുടെ ഒക്കെ മണ്ടയ്ക്കോട്ടങ്ങ് ഇട്ട് കൊടുക്കരുത്. ഇഞ്ചി പെട്ടെന്ന് പഴുത്തു പോവും, അതിൻ്റെ ഇലയും എല്ലാം അവിഞ്ഞു പോവും, നമുക്ക് ഇഞ്ചി നന്നായിട്ട് കിട്ടത്തുമില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് ലാസ്റ്റ് ഘട്ടമല്ലേ, പിന്നെ 2 മാസം കൂടെ കഴിയുമ്പോൾ നമുക്കിത് പറിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കണ്ടോ, ഇതുപോലെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ മണ്ണൊന്ന് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മൾ കണ്ട ആ ഒരു ഇഞ്ചിയൊക്കെ അത്യാവശ്യം നല്ല വലിപ്പത്തിലും കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇപ്പം നല്ല മഴ സമയം ആയതുകൊണ്ടും പിന്നെ അതുപോലെ നമ്മുടെ ഈ ഒരു സൈഡെന്ന് പറഞ്ഞാൽ കുറച്ച് ചായവുണ്ട്. അപ്പോൾ ഈ മഴ പെയ്ത് വെള്ളമെല്ലാം ഒലിച്ച് മണ്ണെല്ലാം പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കരിയിലയാണ് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ അധികം വെള്ളം അതിൻ്റെ ചുവട്ടിൽ കെട്ടത്തുമില്ല, നമ്മുടെ മണ്ണൊന്നും ഒലിച്ചും പോകത്തില്ല. പിന്നെ ഈ കരിയില കുറച്ച് നാൾ കിടന്നിട്ട് അത് കമ്പോസ്റ്റ് ആവും. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ ഫസ്റ്റ് ചാനലിൽ ഒന്ന് കയറി എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി ഞാൻ പോയി കുളിക്കട്ടെ. ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, വിയർത്ത് കുളിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇഞ്ചി എങ്ങനെയാണ് നടുന്നത്, അല്ലെങ്കിൽ ഇഞ്ചിക്ക് ചെയ്യേണ്ട വളങ്ങൾ, അങ്ങനെയൊക്കെ കുറേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതിൻ്റെ വിളവെടുപ്പ്, അങ്ങനെ കുറേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഫസ്റ്റ് ചാനൽ കൃഷി ലവേഴ്സിൽ ഇട്ടിട്ടുണ്ട്. കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ചാനലാണ്. അപ്പോൾ എല്ലാവരും ആ ചാനലും കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഗൈസ്, വീഡിയോയുടെ ബാക്ക് വശം ആയതുകൊണ്ടാണ് ഇവിടെ എല്ലാം അച്ചറ പുച്ചറായിട്ട് കിടക്കുന്നത്. നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലുള്ള കൃഷിയുടെ വീഡിയോസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിറ്റ് വീഡിയോസോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണേ. ഓക്കെ, ബൈ.